ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അനസ് കേക്ക് ആൻഡ് ബേക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഒരു റൗണ്ട് ഷേപ്പ് കേക്കിൽ നിന്ന് എങ്ങനെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കേക്ക് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് കുറച്ച് സമയമെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ വെച്ച് നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പിന് രണ്ടായിട്ട് കട്ട് ചെയ്ത ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം എൻ്റെ സൈഡിൽ നിന്ന് രണ്ട് പോർഷനിൽ നമ്മളിങ്ങനെ ആ ഒരു വിങ്സിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്കിനി കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് ആവശ്യമുള്ള ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ടോപ്പിലും സൈഡ്സിലൊക്കെ ഞാൻ നൈഫ് വെച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പം കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ നൈഫ് തന്നെ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നൈഫ് വെച്ചിട്ട് തന്നെ ഒന്ന് പതിയെ റൊട്ടേറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ റൗണ്ട് കേക്കൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് എളുപ്പം ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. കുറച്ച് സ്ലോയിൽ തന്നെ ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ ഒരുവിധം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്ക്രൈപ്പർ വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്കുള്ള ഫൈനൽ ഡെക്കറേഷൻസ് കൊടുക്കാം. ഞാനിവിടെ ഒരു ഓറഞ്ചിൻ്റെ പല ഷെയ്ഡ്സിലാണ് നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡിലുള്ള ഓറഞ്ച് എടുത്തിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ കുറച്ച് ഡോട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നൈഫ് ഉപയോഗിച്ചിട്ട് പതിയെ അതിങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആദ്യം എടുത്തതിന് കുറച്ചൊരു ലൈറ്റർ ഷെയ്ഡാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ടാവും. അത് സെയിം തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സെൻട്രൽ പോർഷനിലായിട്ട് നമ്മൾ വൈറ്റ് കളറിലുള്ള ക്രീം വെച്ചിട്ട് നമ്മുടെ ആ ബട്ടർഫ്ലൈയുടെ ഒരു ബോഡി പാർട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ബട്ടർഫ്ലൈയുടെ ഇങ്ങനെ കണ്ണ് വരഞ്ഞു കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു നമ്മുടെ പെയിൻറ്റിങ് ബ്രഷിൽ ബ്ലാക്ക് കളർ ഡിപ്പ് ചെയ്തിട്ട് 2 ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കേക്കിൻ്റെ ആ ബേസ് പോർഷനും കൂടെ ആ സെയിം കളറിലുള്ള ക്രീം തന്നെ വെച്ചിട്ട് ചെറിയ ഡോട്ട്സ് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പൂമ്പാറ്റയുടെ തലയിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ആൻറ്റിന ഉണ്ടല്ലോ, ആ പോർഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാനത് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ടോപ്പേഴ്സൊക്കെ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന തരത്തിലുള്ള കമ്പി ഉണ്ടല്ലോ, നൈസായിട്ടുള്ളത്, അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വളച്ച് വെച്ചിട്ട് 2 ഫോണ്ടനിലെ കുഞ്ഞ് ബ്ലാക്ക് കളറിലുള്ള ബോൾസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സ്റ്റിഫായിട്ടിരിക്കും. പക്ഷേ ഫൈനലി ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ചെറിയ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവർ അബദ്ധത്തിലെങ്ങാനും ആ പോർഷനാണ് ഫസ്റ്റ് കട്ട് ചെയ്തെടുത്താലോ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത് കസ്റ്റമറിൻ്റെ കയ്യിലും. എങ്കിലും അവർ വിട്ടുപോയാലോ എന്ന് പേടിച്ചിട്ട് ഞാനത് മാറ്റിയിട്ട് പിന്നെ ഫോണ്ടനിലായിരുന്നു ഇതുപോലെ ആൻറ്റിന ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്രത്തോളം സ്റ്റിഫായിട്ടൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.